everyone? Everyone, please mark your attendance. Where did Christy Cinder go? Yeah. Good evening, Miss. Good evening. Join ചെയ്യുന്ന എല്ലാവരും attendance mark ചെയ്യണം. Don't forget to mark your attendance. Twelve participants in there, but eight students മാത്രമേ mark ചെയ്ത് കാണുന്നുള്ളൂ. What's Joy Saj? Is that Alan Saj? Yeah, okay. Good evening, Miss. Good evening, everyone. Good evening, Miss. Good evening. Kajal, please mark your attendance. നിങ്ങൾ എൻ്റെ ക്ലാസ്സിലല്ല എല്ലാ മിസ്സുമാരുടെ ക്ലാസ്സിലും ഇപ്പോൾ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അറ്റൻഡൻസ് എന്തായാലും മാർക്ക് ചെയ്യണം കേട്ടോ. അറ്റൻഡൻസ് ടേബിളിലേക്ക് ഞങ്ങളത് മാർക്ക് ചെയ്തതിനു ശേഷം ആബ്സെന്റ് ആയ കുട്ടികളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് വെറുതെ നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. What did we learn in the last class? നമ്മൾ 2 videos കണ്ടു അല്ലേ? Absent ആയിരുന്നു. Did you see that last class? I have shared that link in the class. It was about burning, ripping the videos കണ്ടവരൊക്കെ ആയിപ്പോട്ടിക്കെ absent ആയിട്ട് കണ്ടവര്. Advait absent ആയിരുന്നോ present ആയിരുന്നോ? I don't remember actually. എല്ലാവർക്കും ഇപ്പൊ burning, ripping ഉള്ളത് മനസ്സിലായില്ലേ? Do you have any doubt about it? No. No. Okay. If you have any doubt, please watch that class again. എന്നിട്ടും clear ആയില്ലെങ്കിൽ contact me. Okay? We are moving on to the next section. Good evening. Mark your attendance. Good evening, Miss. മെഹഫൂസ ഇപ്പൊ 2-3 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. യു ഷുഡ് മാർക്ക് യുവർ അറ്റൻഡൻസ്, എന്നാൽ മാത്രമേ അറ്റൻഡൻസ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. In page number 10 on your textbook. Control panel. Control panel. What do you understand that from that word? What do you understand from that word? It's something related to control, right? Control is endiniyo. You're going to control. Okay. Control panel is the central location from where you can manage almost everything for a Windows operating system. This panel is used to make changes to various settings of a computer system. കമ്പ്യൂട്ടറിൽ കുറെ സെറ്റിംഗ്സ് ഉണ്ട് അല്ലെ? പല രീതിയിലുള്ള സെറ്റിംഗ്സ് ഉണ്ട്. വി ആർ യൂസിങ് കീബോർഡ്, മൗസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൗസ് പോയിന്റർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡേറ്റ് ആൻഡ് ടൈം, സെക്യൂരിറ്റി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? കമ്പ്യൂട്ടറിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ there are many things related to computer, right? അതിന്റെ എല്ലാം സെറ്റിംഗ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കൺട്രോൾ പാനൽ അവിടെ, അതാണ് നമ്മുടെ ഫുൾ
വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല വിൻഡോസ്. ഒരു കമ്പ്യൂട്ടറിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. നമ്മുടെ മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. വിൻഡോസ് 7 ഉണ്ട്, വിൻഡോസ് 8 ഉണ്ട്, വിൻഡോസ് 10 ഉണ്ട് അല്ലേ? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. യുനിക്സ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, അങ്ങനെ കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോൺ, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മുടെ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫോണെല്ലാം ആൻഡ്രോയിഡ് ആണ്. iOS ഉള്ള ഐഫോൺ ഉണ്ട് അല്ലെ? അതേപോലെ കമ്പ്യൂട്ടറിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പം എന്റെ ലാപ്പിൽ എന്റെ കമ്പ്യൂട്ടർ ആയാലും നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടർ ആയാലും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? വിൻഡോസ് ആണ് അല്ലെ? കൂടുതലും വിൻഡോസ് ആണ് മിക്കവരും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മിക്ക സെറ്റിംഗ്സും കൺട്രോൾ ചെയ്യുന്നത്, സെറ്റിംഗ്സ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ പാനൽ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമ്മള് നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പർ ഒക്കെ ഇട്ട് കൊടുക്കല്ലേ? നിങ്ങളുടെ അമ്മയുടെ, അനിയത്തിയുടെ, അച്ഛൻ്റെ ഒക്കെ ഫോണിൽ എന്താ പറയാ, ഫോണില് ലോക്ക് സ്ക്രീൻ വാൾപേപ്പറും ഹോം സ്ക്രീൻ വാൾപേപ്പർ ഒക്കെ സെറ്റ് ചെയ്യല്ലേ? നിങ്ങളുടെ പിക്ചർ ഒക്കെ വെച്ചിട്ട് ഫോണിന്റെ സ്ക്രീനിൽ നിങ്ങളുടെ പിക്ചർ ഒക്കെ സേവ് ചെയ്യാറല്ലേ? അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് വിൻഡോസിന് എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വരുന്ന പാടെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണാനൊക്കെ വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കല്ലേ ബാക്ക്ഗ്രൗണ്ട് ഡെസ്ക്ടോപ്പില് അല്ലേ? അതുപോലെ ചെയ്യാം. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻസ് ഉണ്ട്, ഫോണിലും ഉണ്ട് അല്ലെ? അതേപോലെ കമ്പ്യൂട്ടറിൽ ഡേറ്റും ടൈമും ഒക്കെ കാണിക്കാനുള്ള സെറ്റിംഗ്സും ഉണ്ട്. പിന്നെ കീബോർഡ് ആൻഡ് മൗസ്, കീബോർഡും മൗസിന്റെ സ്പീഡ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെവിടെ? കൺട്രോൾ പാനൽ ഉപയോഗിച്ചിട്ട്. അതേപോലെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ്, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്താ ചിലപ്പോൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും കമ്പ്യൂട്ടറിനെ. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായിട്ട് റിലേറ്റഡ് കണക്ട് ചെയ്തിട്ടല്ലേ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. മിസ്സിന് ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിനോട് കണക്ട് ചെയ്യുമ്പോൾ അതിനോട് വേണ്ട സെറ്റിംഗ്സ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ അല്ലേ? സൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെയിം വേ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് ഈ സൂമും വാട്സപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യാനും, അതിപ്പോ ഇൻ കേസ് നമുക്കത് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം എവിടെയുണ്ട്? കൺട്രോൾ പാനലിലുണ്ട്. ഈസ് ദാറ്റ് ക്ലിയർ ഫോർ യു? കൺട്രോൾ പാനൽ എന്തിനാന്ന് മനസ്സിലായോ? Yes or no? Yes. അപ്പോൾ കൺട്രോൾ പാനൽ എന്തിനാണ്? നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് വരുത്തണമെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ പുതിയതായിട്ട് സെറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? കൺട്രോൾ പാനൽ അല്ലേ? ഒരു സെൻട്രൽ ലൊക്കേഷൻ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റിംഗ്സ് എല്ലാം നമ്മൾ മാറ്റി കൊടുക്കുകയും എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒക്കെ നോക്കൂലേ? അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞേ? ദിസ് പാനൽ യൂസ് ടു മേക്ക് ചേഞ്ചസ് ടു വേരിയസ് സെറ്റിംഗ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. എങ്ങനത്തെ ഉള്ളതൊക്കെ? ഒരുപാട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരുപാട് സെറ്റിംഗ്സിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ പാനൽ ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അതിന് ചില എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ചില നമ്മുടെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്, വിൻഡോസിന്റെ ലുക്ക് സച്ച് ആസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തീം കൊടുക്കണമെങ്കിൽ അത്. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് someone is writing in the board. What is that? Okay. MIS5. What does that mean? Who wrote that? Okay. So കമ്പ്യൂട്ടറിന് ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. അതുപോലെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ പ്രോഗ്രാം ഇൻസ്റ്റാളേഷൻ റിമൂവൽ, നമ്മളിപ്പോ ഫോണിൽ സൂമും വാട്സപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിലും ആവശ്യമുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും
റിമൂവ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, you can also control the settings of a device connected to computer system using the control panel. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനോട് കൂടി എന്തൊക്കെ കണക്ട് ചെയ്യുന്നത്? കീബോർഡ് കണക്ട് ചെയ്യും, മൗസ് കണക്ട് ചെയ്യും, പ്രിന്റർ കണക്ട് ചെയ്യും, സ്കാനർ കണക്ട് ചെയ്യും, അങ്ങനെ കുറെ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യും അല്ലേ? We may connect different kind of output and input devices to computer, right? So ആ കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സെറ്റിംഗ്സിനെ കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ കൺട്രോൾ പാനൽ ഉപയോഗിച്ച് പറ്റും. ഓക്കെ, is that clear? It is something related to it is about controlling the computer. The settings നെ ചേഞ്ച് ചെയ്യാനോ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത സെറ്റിംഗ്സിനെ ചേഞ്ച് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻട്രൽ ലൊക്കേഷൻ ആണ് ഈ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. I think it's clear to you. Then how we will open the control panel? നമ്മൾ എങ്ങനെ control panel open ചെയ്യാം? It's like this. Here we have the start button, right? Start button click ചെയ്യാം. Then left pane കുറെ ഓപ്ഷൻസ് വരും. അതില് Windows system എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ചൂസ് ചെയ്യാം. When we click on the button, start button, we will get many options. Adile, I don't know whether it is available in this system. Let me check. Windows systems. Yeah, Windows system. Did you see this? Start button le nokkumbom Windows system enna option kittum. Adile click cheyyumbom adinte ullile we will get some more options. Here it is. We are searching for what? We are searching for control panel. Okay, click on the start button, then choose the option Windows systems. From that we will get control panel. Adile click cheyyumbom you will get to see this window. Ee window aanu namukku kaanan patta. Okay, can you see this picture on your textbook? It's on page number 10. You can see the same picture on your textbook, right? Figure 1.8, control panel window. This is the window of the control panel. Clear? In page number 10, figure 1.8. Clear? Yes. It is the same picture, right? Yes, there is system and security, internet and network and internet, hardware and sound, programs, user accounts, appearance and personalization, clock and region, ease of access. You can see many options in that left. You can see many options in that window. Okay, ഓരോ വിൻഡോസിനും ഓരോ ഓപ്ഷനും അതിൻ്റെതായ പേർപ്പസ് ഉണ്ട് അല്ലേ? ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദാറ്റ് ഡയലോഗ് ബോക്സ്. ഒരു ഡയലോഗ് ബോക്സിൽ തന്നിട്ടുണ്ട്. The first one is system and security, right? First one is Alna, please mark your attendance. Did you mark your attendance? Okay, good. System and security. Security എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഓർമ്മ വന്നു. It is something related to the security of our computer and applications, programs, everything in our computer, right? എന്താ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് വന്നു അല്ലേ? മനസ്സിലേക്ക് ഓർമ്മ വന്നു. സെക്യൂരിറ്റി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ? Did you think like that? System and security. ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടുതൽ പെൻ ഡ്രൈവും കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും അല്ലേ? അപ്പൊ വൈറസ് അറ്റാക്കിനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അല്ലേ? കമ്പ്യൂട്ടറിനെ നമുക്ക് വൈറസ് എന്നൊക്കെ എന്താ പറയാ സെക്യൂർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം വിൻഡോസിന്റെ ഡിഫൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വൈറസിനെയൊക്കെ നമുക്ക് തടഞ്ഞു വെക്കാൻ വേണ്ടി കുറെ എന്താ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ സെക്യൂരിറ്റി അതിനെ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാം.
അതിനെന്താ പറയാ ടു സെറ്റ് ദ ഓവറോൾ ഓപ്പറേഷൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് വിൻഡോസ് 10 എന്നാ പറഞ്ഞിരിക്കുന്നത്. വിൻഡോസ് 10 അല്ല, വിൻഡോസിന്റെ പല വേർഷനിലും ഉണ്ട് ഇത്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ ഓവറോൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓവറോൾ ഓപ്പറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് എന്ത്, സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഇത് നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുമ്പം അതിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഇതാണ്. നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. ചേഞ്ചിങ് ദ മൗസ് പോയിന്ററോ ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഫെമിലിയർ വിത്ത് the options available in this control panel window. Control panel window we have many options. Our options okay endirana just on area. Okay, that what we mean by this. Okay, network and internet. By that term you can understand it is something related to internet connectivity and all. Okay, network and internet, it is the second option, right? അപ്പൊ അതിൽ എന്താണ് ടു സെറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ ഇതിലാണ് വരിക. അതേപോലെ ഇന്റർനെറ്റ് കണക്ഷൻ, ഇപ്പൊ നമ്മള് ലാൻ ആയാലും വയർലെസ് ആണെങ്കിലും ബ്ലൂടൂത്ത് ഒക്കെ ആണെങ്കിലും കണക്ഷൻസ് വൈഫൈ കണക്ഷൻസ് ഒക്കെ ആണെങ്കിലും അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഇതാണ്. ഓക്കെ, ഹാർഡ്വെയർ ആൻഡ് സൗണ്ട്. വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബൈ വേർഡ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞ എന്താ, വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന കാണാനും പറ്റുന്ന പാർട്സിനെ അല്ലേ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ പാർട്സ് വി ക്യാൻ ടച്ച്, ഫീൽ ആൻഡ് സീ. ഓക്കെ, സോ നമ്മൾ കമ്പ്യൂട്ടറിനോട് പ്രിന്ററും കുറെ ഡിവൈസസ് ഒക്കെ അറ്റാച്ച് ചെയ്യാറുണ്ട് അല്ലെ. സ്പീക്കർ, പ്രിന്റർ, സ്കാനർ, അങ്ങനെ കുറെ ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന ഓപ്ഷനിലാണ്. നെക്സ്റ്റ്, പ്രോഗ്രാംസ്. പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻസ് അല്ലെ. നമ്മൾ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ല. സൂമിൽ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്സപ്പ് ഒരു സോഷ്യൽ മീഡിയ, പിന്നെ ഫേസ്ബുക്ക്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഫോട്ടോഷോപ്പ് ഉണ്ട്, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ്, അഡോബ് അക്രോബാറ്റ് റീഡർ ഉണ്ട്, അഡോബി, അങ്ങനെ കുറെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനും അതേപോലെ അൺഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ. ഓക്കെ, ടു കൺട്രോൾ to uninstall a program from a computer. നമുക്ക് ആവശ്യമില്ലാത്തൊരു പ്രോഗ്രാം കമ്പ്യൂട്ടറിനെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ആണ് പ്രോഗ്രാംസ് അല്ലെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യൂസർ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടും സേഫ്റ്റിയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലെ. ഇപ്പം ഒരു കമ്പ്യൂട്ടറിൽ ഒരുപാട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ മേ ബി യു ആർ യൂസിങ് ആ പാസ്വേഡ്. വേറെ അധികം ആരും യൂസ് ചെയ്യാത്ത നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ മറ്റുള്ള ഹാക്കേഴ്സിനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഫോണിൽ വരെ പിന്നോ പാറ്റേണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റി ഉണ്ടാവില്ലേ. എന്തെങ്കിലും ഒരു എന്താ പറയാ പാസ്വേഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ. സെയിം വേ കമ്പ്യൂട്ടറിന് എന്താ പറയാ നമ്മൾ ഒരുപാട് പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ടാവും അല്ലെ. അക്കൗണ്ട്സ് ഇൻ ദ സെൻസ് നിങ്ങളിപ്പം ഉപയോഗിക്കുന്നുണ്ടാവും, ഗസ്റ്റ് ആയിട്ട് ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കും, അങ്ങനെ നമ്മൾ പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യില്ലേ. അപ്പോ ഒരുപാട് യൂസർ അക്കൗണ്ട്സിനെ ഹാൻഡിൽ ചെയ്യാനും പിന്നെ ഒരു പാരന്റൽ കൺട്രോൾ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് യൂസർ അക്കൗണ്ട്സിൽ വരിക. അപ്പൊ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ്സ് കാര്യങ്ങളുമായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളാണ് ഇതിൽ വരിക യൂസർ അക്കൗണ്ട്സിൽ. അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ. അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പിക്ചർ എന്തൊക്കെ തീം വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യല്ലേ. ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ തീം ഉണ്ടാവും, സ്ക്രീൻ സേവർ, അങ്ങനത്തെ ടാസ്ക് ബാറിൽ എന്തൊക്കെ കാണണം, എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ. ക്യാൻ യു സീ മൈ ടാസ്ക് ബാർ ഓവർ ഹിയർ? ദിസ് ഈസ് മൈ ടാസ്ക് ബാർ. അതിൽ കുറെ ഐക്കൺസ് ഉണ്ട് അല്ലെ. ക്രോമിന്റെ ഐക്കൺ, ഫയൽ എക്സ്പ്ലോറർ ഐക്കൺ ഉണ്ട്,
This is icon, mail icon ഉണ്ട്, സൂമിന്റെ ഐക്കൺ ഉണ്ട്, കൺട്രോൾ പാനൽ, അങ്ങനെ ഒരുപാട് ടാസ്ക് ബാറിൽ കുറെ ഐക്കൺസ് അല്ലെങ്കിൽ കുറെ ആപ്ലിക്കേഷൻസിന് ഐക്കൺസ് നമുക്ക് പിൻ ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കമ്പ്യൂട്ടറിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഉള്ള സെറ്റിംഗ്സ് ഒക്കെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്, സ്ക്രീൻ സേവർ, തീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ. ക്ലോക്ക് ആൻഡ് റീജിയൻ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ? ക്ലോക്ക് ആൻഡ് റീജിയൻ is something related to date and time alle, date and time alla set cheyan vendite we are using this option. Okay, ease of access, ease of access nu parayunnathu by the term you know that it is കമ്പ്യൂട്ടറിനെ എങ്ങനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം, കീബോർഡ് മൗസ് ഒന്നും ഇല്ലാതെ സ്ക്രീനിലെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് കാര്യങ്ങളാണ് ഈസ് ഓഫ് ആക്സസ്. ക്ലിയർ? Pedrin, mark your attendance. Actually, okay, no problem. So, ഇതാണ് നമ്മൾ പെട്ടെന്ന് ഇതിനെ കുറിച്ച് പഠിച്ചത്. ഇതിലും കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. Yes, Pedrin, did you say something? Did you say anything? Okay. Ningala, yeah, tell me. Tell me fast. Your audio is not clear. It's not clear, baby. It's not clear. I don't understand what you're saying. Okay, apo control panel in the window picture, I mean in page number 10 1.8 figure adile control panel inde oru picture undu, ningal adu onnu vaayichu nokka suddenly pettannu thanne onnu vaayiche. I'll give you 1 minute time, 1 or 2 minutes. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്തി വേണം വായിക്കാൻ കേട്ടോ. Okay, some of you have finished reading. Miss കഴിഞ്ഞു. Okay, good. Miss കഴിഞ്ഞു. Okay, good. Miss finish. Good, good. Miss finish. Okay, good. Miss finish. Miss finish. Okay, enough. Now listen carefully. Miss finish. Okay, enough. Stop reading. Now, we are going to change or modify some settings. Okay? Changing the date and time. In page number 11, we have first option is to change date and time. Computer la namukku display cheyyunna date um time um change. Can you see date and time over here in my screen? Can you see that? Yes.
Yes. Okay, just Yes. yeah. Here it is the date and time. It's given here. So we can set the date and time in our computer. Okay. എന്തെങ്കിലും changes ഉണ്ടെങ്കിൽ we can change it also. Okay. How we will do that? എങ്ങനെ നമ്മൾ അത് ചെയ്യും? How we will do that? First, we should open the window of control panel. How we will open the window of a control panel? How we will open the window of control panel? First, we have to click on which button? Alan, search. Tell me how we'll open the window of control panel. Unmute and say. Alan, can you hear me? Unmute. Okay, tell me how we will open the window of control panel. എങ്ങനെ control panel നമ്മൾ തുറക്കുന്നത്? How we will open it? First ഏത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം എന്നാ മിസ് പറഞ്ഞത്? ബട്ടൺ Tell me. First we should click on record and take it. ഇത് കേൾക്കുന്നില്ല. Okay, tell me. Clear ആവുന്നില്ലല്ലോ? First we have to click on the start button. Right? Start button click here. Click on the start button. Then find the option Windows Systems. Windows Systems. System. Windows System. Adile click cheyumbo we will get the control panel. Then click on that. We will get the window of control panel. Simply namukku engane open cheyam. Idallade we can search for that. Type here to search. I am going to type it control panel. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കൺട്രോൾ പാനൽ എന്നുള്ള ഓപ്ഷൻ വന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്ന മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് തന്നെ പറഞ്ഞത്. വി ക്യാൻ ചൂസ് എനി. നിങ്ങൾ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് ഈ രണ്ടിൽ ഈസി മെത്തേഡ് ആയിരിക്കും നമ്മൾ ഏത് കാര്യത്തിലും ചൂസ് ചെയ്യുക അല്ലേ? ഓക്കെ. Now we are going to do what? We are going to change date and time. We are going to change the date and time. How we will do that? Okay. In page number 11, the steps are given there. First step, click on start, then choose Windows System. After that, choose control panel. That means open the window of control panel. First step endana control panel inde window open cheya. Rendu method il namukku open cheya. First start button il click cheya. After that Windows System enna option choose cheya. അതിൽ നിന്ന് കൺട്രോൾ പാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ പാനലിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അല്ലേ? ദിസ് ഇസ് ദ വിൻഡോ ഓഫ് ദി കൺട്രോൾ പാനൽ. ദിസ് തിങ് ഇൻ ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. അതർവൈസ് നമ്മൾ എന്താ we can type control panel here. We can type control panel here and search കൊടുക്കുമ്പോൾ we will get the option control panel. We can choose that. അങ്ങനെ control panel window നമുക്ക് ഓപ്പൺ ചെയ്യാം. Okay, that is the first step. Okay, next what we have to do? Second step, click on the clock and region category option in control panel. Which option? Click on the clock and region option. Click on clock and region category option in control panel. This is that option, right? Idanalle option? Clock and region option. Okay, adil click cheyumbol what we get? See, adil click ചെയ്തു വന്നപ്പോൾ കിട്ടിയ ഓപ്ഷൻസ് ഇതാണ്. Okay. We get many options അല്ലേ? അതിൽ എന്താണ് അത് ക്ലോക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം.
the date and time. Change date or time, number format. ഉണ്ടല്ലേ? Date and time choose ചെയ്യാം. Okay? Then ഇതാണ് date and time dialog box. ഈ ചെറിയ ബോക്സ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് അല്ലേ? This is the date and time dialog box. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈം, അഡീഷണൽ ക്ലോക്സ്, ഇന്റർനെറ്റ് ടൈം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇനി എന്താണ് ഈ ഡേറ്റ് ആൻഡ് ടൈം ഡയലോഗ് ബോക്സ് നമ്മൾ ചെയ്യേണ്ടത്? ഡേറ്റ് ആൻഡ് ടൈം ടാബ് അല്ലേ? 3 ടാബ്സ് അവിടെ ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈം, അഡീഷണൽ ക്ലോക്സ്, ഇന്റർനെറ്റ് ടൈം. അതിൽ നമ്മൾ ഏത് ടാബ് ചൂസ് ചെയ്യണം? We should choose the tab date and time. Okay? Clear? Okay? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് കൺട്രോൾ പാനലിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തു. We opened the window of the control panel. We are going to change the date and time. We are going to change the date and time. അതിനു വേണ്ടി നമ്മൾ എന്തോ ഓപ്ഷൻ ചൂസ് ചെയ്തത്? Clock and region. Clock and region ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ വന്നു. അതില് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡയലോഗ് ബോക്സ് അവിടെ ഓപ്പൺ ആയി വന്നു. ഇറ്റ് ഈസ് എ ഡേറ്റ് ആൻഡ് ടൈം ഡയലോഗ് ബോക്സ്. അതിൽ നമ്മൾ ഏത് ടാബ് ക്ലിക്ക് ചെയ്തു? ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ടാബ്. അത് ബൈ ഡിഫോൾട്ട് അവിടെ ചൂസ് ആയിട്ട് ഇരിപ്പുണ്ട്, സെലക്ട് ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ വേറെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Then what we have to do? Here we have an option to change date and time. Change date and time. ഞാൻ നാളത്തെ ഡേറ്റ് സെറ്റ് ചെയ്യാൻ പോണേ. Today is 2nd July, but I'm going to set it as 3rd July. Time is like 22. That's 10:18 in night at night. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു. Okay. Now look at this. Look at here. Look here. Now look here. ഇപ്പൊ appear ചെയ്യുന്ന ടൈം ഏതാണ്? It was 2nd July before. Now it is 3rd July 2021 and time is 10:18. ആ ചേഞ്ച് ഇവിടെ വന്നത് കണ്ടോ? Did you see that? Yes, here. Can you see it? Show me a thumb if you can see. കാണുന്നില്ല? No, miss. Yeah, look at the mouse pointer. Look at the mouse pointer. You will see that. Look at the mouse pointer. You will see that. It's 3rd July 2021 and time is 10:18. Miss കാണാൻ പറ്റുന്നില്ല. What? You can see. I don't know. Task bar inde right most side like nokka. Then you will see. Okay, ഇത് wrong ആണല്ലേ? ഞാനത് correct time set ചെയ്തേ. Time is change date and time. Today is 2nd July and what's the time now? 90. Okay, this will be correct, I guess. Then I'm pressing OK button. Okay. Okay. Look at here. Look at this. Look here. പഴയ പോലെ ഞാൻ ടൈം റീസെറ്റ് ചെയ്തു അല്ലേ? ആക്ച്വൽ ടൈം ഞാൻ അവിടെ സെറ്റ് ചെയ്തു. This way you can change the date and time using the control panel. Control panel വെച്ചിട്ട് date and time set ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? Clear? Okay. Next what? Changing mouse settings, right? Changing mouse settings.
How we will change that? First, we have to open the control panel window, right? We have to open the control panel window. നമ്മൾ എപ്പോഴും കൺട്രോൾ പാനൽ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്ത് സെറ്റിംഗ്സ് എന്ത് ചേഞ്ച് ആണോ വരുത്തേണ്ടത് ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വി വിൽ ഓപ്പൺ ദ കൺട്രോൾ പാനൽ വിൻഡോ, then we will do that change, അല്ലേ? We will make that change. Open the control panel window from start, but press the start button or type it here, control panel. Yeah. It is window of control panel. Here I want to change the mouse pointer, the mouse settings. Mouse in the settings are change here. Okay. For that, I need to choose this option. Which option? Mouse is a hardware input device. Hardware mouse. Mouse is an input device. It comes to the category of hardware. So that's why I'm choosing this option, hardware and sound. Okay. Hardware and sound open cheyumbo, hardware and sound in the window open I vannu. Hardware and sound is the window of hardware and sound. From this, what I need to change? I need to change the mouse settings. In this devices and printers option section, there is an option of mouse. Mouse number option, can you see it? Devices and printers in the താഴെയായിട്ടാണ് mouse option വരുന്നത് അല്ലേ? Okay. അതിൽ click ചെയ്യുമ്പോൾ എന്ത് വരും? What happened? Yeah. Mouse properties nu parna cheriyoru dialog box vannu. You can see a small dialog box of mouse properties. Once again, I'll tell you. We are going to change the setting, the mouse settings. Okay. For that, we will choose hardware and sound option. Hardware and sound. Okay. Click on that. You will get a window of hardware and sound. From that, there are many options. Devices and printers, autoplay, sound, power options, window mobility center, many options are there. From that, devices and printers. For a devices and printer, mouse in or option we can see